വീട്ടിൽ ചിലപ്പോൾ ഇതിനെക്കാളും ചൂടായിരിക്കും. അതായിരിക്കും പെൺകുട്ടിയുടെ അച്ഛൻ. അത് ഉറപ്പല്ലേ? അല്ല, വണ്ടി വരുന്ന വഴിക്ക് എന്തോ കംപ്ലൈന്റ് ആയിപ്പോയില്ല. അയ്യോ, ആര് പറഞ്ഞു? അല്ല, പയ്യൻ പറഞ്ഞായിരുന്നു. ഓഹോ, ഞാൻ ഈ രാഹുകാലമൊക്കെ നോക്കിയിട്ടാ സമയം പറഞ്ഞത്. നിങ്ങൾ പക്ഷെ കുറച്ച് നേരത്തെ പുറപ്പെട്ടു അല്ലേ? അതും അവൻ പറഞ്ഞു. ഇല്ല, എനിക്ക് ഈ ടൈമിലും നിമിത്തത്തിലൊക്കെ കുറച്ച് അധികം വിശ്വാസം. ഓ ശരി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? കുറച്ചൊന്ന് കിടന്ന് കറങ്ങി. അത് ഈ ഡോക്ടർ രാജേന്ദ്രൻ രവീന്ദ്രൻ സ്ട്രീറ്റ്, അതിന്റെ ഒരു കൺഫ്യൂഷൻ. ദാറ്റ്സ് ഓൾ റൈറ്റ്. പിന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ, എന്തു പറ്റി? അല്ല, സൂര്യ ഫ്രഷ് അവൻ വെള്ളത്തെ വാഷ്റൂമിലാണ് പോയത്. സൂര്യയോ? അതാരാ? മകൻ, നിങ്ങളുടെ മകനെ. എന്റെ മോന്റെ പേര് വിജയ് എന്നാണ്. സൂര്യല്ല. വിജയ്. അല്ല, എന്തോ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞു വന്നല്ലോ. അല്ല, അത് ഈ മുകളിലത്തെ റൂമിന്റെ ഡോറിന്റെ ലോക്കൊന്ന് ജാമായിട്ട് അവിടുത്തെ വാഷ്റൂമിലാണ് വിജയ് കയറിയത്. അയ്യോ, അപ്പൊ അവനകത്തായി പോയോ? അല്ല, കാർപ്പൻ്റർ ഇപ്പൊ വരും. കൂടെ ആരാ ഉള്ളത്? എന്റെ മോളുണ്ട് കൂടെ, പിങ്കി. ഇപ്പൊ ഞങ്ങൾ കാണാൻ പോകുന്ന പെണ്ണോ? തീർച്ചയായിട്ടും. ദൈവമേ. സാറില്ല, പെണ്ണും ചെക്കനും പരസ്പരം സംസാരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ആദ്യം കഴിഞ്ഞൊന്ന് കുട്ടിയാൽ മതി. എന്നാലോ കാർപ്പൻ്റർ വിളിച്ചൊന്ന് വേഗം വരാൻ പറ. വിളിക്കാം. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിനക്ക് ഈ പൂട്ട് കുത്തിപ്പൊളിക്കാൻ അറിയോ? അയ്യോ, എനിക്ക് ലോക്കിന്റെ പരിപാടി ഒന്നും അറിയില്ലെങ്കിലേ. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല കേട്ടാ. മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിലേ. നീ ആ ഫോൺ എടുത്ത് അവനൊന്ന് വിളിച്ചേ. പെട്ടെന്ന് വിളിച്ചോ. അത് ഫോണിന്റെ തിരികെ വണ്ടിയിൽ തന്നതാ. എന്താ മോളെ ഇത്? ഈ ഡോറ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ? അമ്മ അവളെ അടച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? മോനെ, എന്നാണോ ആന്റി? പേടിക്കണ്ട കേട്ടോ. പേടിക്കാനോ? ഒന്ന് പോ ചേച്ചി. നേഹ, നീ വീഡിയോ ഗെയിം കളിക്കരുതട്ടോ. ഞാൻ ഗെയിം കളിക്കും. എനിക്കും അകത്ത് പോകണം. മിണ്ടാണ്ടിരുന്നു അങ്ങോട്ട്. ഓരോ പണി ഒപ്പിച്ചു വെച്ചിട്ട്. പിങ്കി, ഞങ്ങൾ ഡോർ തുറക്കാൻ വേണ്ടത് ചെയ്യാട്ടോ. അതുവരെ പരസ്പരം സംസാരിച്ചിരുന്നോളൂ. നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. മോളെ, ഞങ്ങൾ എന്നാ താഴേക്ക് പോയിക്കോട്ടെ? ഓക്കെ. ശരി, പോ. ഞാൻ എടുത്തോട്ടെ. ആരാടാ? ഗോപിയേട്ടനാ, ഗോപി സുന്ദർ. കുറച്ച് മ്യൂസിക്കൽ ഡൗട്ട്സ്. ഞാൻ കൂടെ ഹലോ സാർ, കേൾക്കാമോ? അല്ല സാർ, ഞങ്ങളൊരു മീറ്റിംഗിലാണ്. കറണ്ട് വന്നല്ലോ. ഹലോ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കറക്റ്റ്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ബട്ട് നോ ഐഡിയ. ഇത് മുഴുവൻ എ ആർ റഹ്മാനും കേസ് ചിത്രമാണല്ലോ. ഭയങ്കര ഫാനാ. കട്ട ഫാനാ. രണ്ടുപേരുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. വളരെ ഈസി ആയിട്ടുള്ള ആഗ്രഹമാണല്ലോ. ഹലോ, കളിയാക്കണ്ട. കളിയാക്കിയതല്ല. എടുക്കൂ കേട്ടോ. സുധ, ടിഷ്യൂ എവിടെ? ഇതാ അവിടെ ഉണ്ട്. ഇത് മുത്തശ്ശിയാണെന്ന് കണ്ടറിയാം. പ്രായമുണ്ടല്ലോ. ആരുടെ മുത്തശ്ശിയാ? പിങ്കിയുടെ മുത്തശ്ശി. 80ാം പിറന്നാൾ ആഘോഷത്തിന്റെ അന്ന് ഗംഭീരമായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീണു. അടിപൊളി, സൂപ്പർ. എന്താ? അല്ല, എല്ലാ ബന്ധുക്കൾക്കും ഒറ്റ വരവിന് തന്നെ എന്ത്? ഭയങ്കര ട്രാജഡി എന്ന് പറയുന്നു മുത്തശ്ശി. കഴിക്ക്. ഒരു ഉണ്ണിപ്പുറത്തിന്നെ മിണ്ടാണ്ടിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത്. ഗണേശ, ഒറ്റ മിനിറ്റ്. ഗണേശ, കാർപ്പൻ്റർ. അയ്യോ, വേഗം വരാൻ പറ. എന്റെ പൊന്നു ഗണേശ, പെണ്ണ് കാണാൻ വന്ന പയ്യനെ മുറിക്കകത്ത് ലോക്കായിട്ട് കിടക്കും. ആ പൂട്ട് കുത്തിപ്പൊളിക്കാനുള്ള ആശാരിയെ വിളിച്ചതാ. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. എടുത്ത് കഴിക്കേ. കയ്യിലുള്ളത് കഴിക്കണം. ഒന്നും എടുത്തില്ലേ? കുടിക്കാം. അവൻ എവിടെ എത്തിന്ന് വല്ലതും പറഞ്ഞോ? ഇപ്പൊ എത്തും. അവൻ ഓൺ ദ വേയാ. കഴിക്കും. കഴിക്കും. വരീടാവണ്ട. അച്ഛനെന്തായാലും ടൂർ ഓർക്കാനുള്ള വഴി നോക്കുന്നുണ്ടാവും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് തിരക്കൊന്നുമില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ മറ്റോ പഠിക്കുമ്പോൾ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് വലിയച്ഛൻ്റെ ഇന്ന് പുളിയോടി കൊണ്ട് നല്ല അടി കിട്ടി. അതിന്റെ ദേഷ്യത്തിൽ ഞാൻ എൻ്റെ റൂമിൽ കയറി ഡോർ ഇതുപോലെ ഒറ്റടച്ചു. ലോക്ക് ജാമായിപ്പോയി. പിന്നെ നാട്ടുകാരൊക്കെ വന്നു ഓടൊക്കെ പൊളിച്ച് അകത്ത് കയറി. ഭയങ്കര സീനായിരുന്നു. അതല്ല, പെണ്ണ് കാണാൻ പോകുന്ന ഇത് ആദ്യമായിട്ടാണോന്ന്. ഓ
Yeah. This is my first time ever. എനിക്കത് സ്ഥിരം പരിപാടിയാ. അങ്കിൾ 15th. പിങ്കി അത് എടുത്തോളൂ. എന്താ അതൊന്ന് വാങ്ങിച്ചോളൂ. ഹായ് വിജയ്. ഹായ്. പിങ്കി അത് കണ്ടില്ലേ? കിട്ടി കിട്ടി. പിങ്കി കിട്ടി. നീ സെർവ് ചെയ്യൂട്ടോ. ശരി. നേക്ക് അധികം സോസ് കൊടുക്കരുത്. ഞാൻ സോസ് കഴിക്കും. ഞാൻ താഴേക്ക് പോവാണേ. ഓക്കെ. പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ? വേറെന്താ, ഇങ്ങനെയൊക്കെ സുഖം. അവിടെ എങ്ങനെ സുഖാണല്ലോ അല്ലേ? ഇവിടെ ഈ മറ്റേ വാതിലിൻ്റെ ഒരു സുഖക്കുറവല്ലാതെ. ഇവിടെ വേറെ ഏതെങ്കിലും വാതിലിന് ഇങ്ങനെ കുഴപ്പമുണ്ടോ? എല്ലാ വാതിലിനും അങ്ങനെ ഇല്ല. ഭാഗ്യം. സമൂസ എടുക്ക്. വേണ്ട. ആക്ച്വലി പറയൂ. ഇല്ല പറഞ്ഞോളൂ. ഇല്ല, ഇറ്റ്സ് ഓക്കെ. താൻ പറയൂ. ഓക്കെ. ഒന്ന് എണീക്കാവോ? എത്ര പ്രാവശ്യം വേണേലും എണീക്കാം. സി നമ്മൾ തീരെ മാച്ച് അല്ല അല്ലേ? ആണോ? എന്താ പ്രശ്നം? ഇത് കണ്ടൂടെ? അത്ര കുഴപ്പമുണ്ടോ? താനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞേ. മോളെ എങ്ങനെയുണ്ട്? മാച്ച് അല്ല അങ്കിൾ. ബെസ്റ്റ്. അടിപൊളി. ഇനിയിപ്പോൾ മാച്ച് ആണെങ്കിലും നോ ഐ എം നോട്ട് റെഡി ഫോർ എ മാരേജ്. എൻ്റെ പേരൻസിനാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. കുറച്ച് നാളായി പെണ്ണുകാണൽ ഡ്രാമ നടക്കാൻ തുടങ്ങിയിട്ട്. വരുന്നവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും എന്നെ ഇഷ്ടമായില്ല എന്ന് പറയണം. ഇയാളും അങ്ങനെ തന്നെ പറയണം പ്ലീസ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മാല ബൾബും സ്റ്റാർസും ശ്രദ്ധിച്ചായിരുന്നോ ബാൽക്കണിയിലെ? മാല ബൾബ്? ഇലുമിനേഷൻ ലൈറ്റ്സ്. സാധാരണ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് അച്ഛൻ അടയാളം വെച്ച് പറയുന്ന അതും കൂടെ ചേർത്താ. നിങ്ങളോട് പറഞ്ഞില്ല? ശ്രദ്ധിച്ചില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അതവിടെ നിന്ന് മാറ്റുമെന്നുള്ള വാശിയില്ല അച്ഛൻ. ഒരുതരം മഹേഷിന്റെ പ്രതികാരമല്ലേ? ഇപ്പോഴാണ് സമാധാനമായത്. സത്യം പറഞ്ഞ എൻ്റെ വീട്ടുകാരുടെ പ്രഷർ കാരണം ഞാൻ ഇങ്ങനൊരു പെണ്ണ് കാണാൻ റെഡിയായത്. ഞാനൊരു കല്യാണത്തിനൊന്നും പ്രിപ്പയർഡ് അല്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഈ മാല ബൾബ് മെലോഡ്രാമയൊന്നും ഇല്ല കേട്ടോ.